ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അഞ്ജന സനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നത്തെ സ്പെഷ്യൽ കടുക്ക ദം ബിരിയാണിയാണ്. കടുക്ക എന്നും കല്ലുമ്മക്കായ എന്നെല്ലാം ഇതിനെ പറയും. എൻ്റെ നാട്ടിലേക്ക് കടുക്ക എന്നാണ് പറയുന്നത്. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പോൾ കടുക്ക സീസൺ ആണല്ലോ. അപ്പോൾ നമ്മൾ കടുക്ക ബിരിയാണി ഉണ്ടാക്കിയില്ലെങ്കിൽ എങ്ങനെയാ? അപ്പോൾ തുടങ്ങിയാലോ. ആദ്യം നമ്മൾ കടുക്ക ഫ്രൈ ചെയ്യാനുള്ള മസാലയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത കടുക്കയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. കടുക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള കടുക്ക ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. കടുക്ക ഫ്രൈ ചെയ്യാൻ എണ്ണയിലേക്ക് ഇട്ട പാടെ ഒരിക്കലും നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കാൻ പാടില്ല. അപ്പം അതിൽ നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ള മസാലയെല്ലാം ഇളകിപ്പോവും. കുറച്ച് നേരം എണ്ണയിൽ കിടന്ന് വെന്തതിന് ശേഷം മാത്രം ഒരു വുഡൻ സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. കടുക്ക നല്ല ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ബിരിയാണിയിലേക്ക് വേണ്ട ഉള്ളി, കാഷ്യൂ, മുന്തിരി ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്ക് കടായിയാണ് എടുത്തിട്ടുള്ളത്. കടായി ചൂടായതിനു ശേഷം അതിലേക്ക് നെയ്യാണ് ആഡ് ചെയ്യുന്നത്. നെയ്യ് നന്നായി മെൽറ്റ് ആയതിനു ശേഷം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ഉള്ളി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോവാണ്ട് സൂക്ഷിക്കണം. കൈ വിടാണ്ട് ഇളക്കണം. അത് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കത് കോരി മാറ്റി വെക്കാം. ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ആ നെയ്യിലേക്ക് ആവശ്യത്തിനുള്ള കാഷ്യൂ അതുപോലെ തന്നെ മുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിയുടെ ടോപ്പിങ്സിലിടാനുള്ള ഉള്ളി, കാഷ്യൂ, മുന്തിരി എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ അടുത്തതായിട്ട് നമുക്ക് മസാല എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം വറുത്ത ആ സെയിം കടായിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്ന സമയത്ത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ എപ്പോഴും വെക്കാൻ ശ്രദ്ധിക്കാം. അതിനുശേഷം തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒനിയൻ ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഉപ്പെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിടണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും. ഉള്ളി നന്നായി വാടിയതിന് ശേഷം നമ്മൾ തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഉള്ളി തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം മസാലപ്പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഇട്ട മസാലപ്പൊടികളൊക്കെ ഒന്ന് മിക്സായിട്ട് ആ ഉള്ളിലേക്കും തക്കാളിയിലേക്കെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഈ മസാല റെഡി ആയതിനു ശേഷം അതിലേക്ക് മല്ലിയിലയും പുതിന ഇലയും അതിൻ്റെ കൂടെ തന്നെ ചെറുനാരങ്ങ നീരും ഒഴിക്കുന്നുണ്ട്. മല്ലിയിലയും പുതിന ഇലയും നല്ലൊരു ഫ്ലേവർ ആ മസാലയ്ക്ക് കൊടുക്കും. അതുകൊണ്ട് കുറച്ച് അധികം ആയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് സമയം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അടുത്തതായിട്ട് തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ്. അപ്പോൾ നമ്മൾ കട്ടകളൊക്കെ ഉടച്ചിട്ട് നന്നായിട്ട് മസാലയിലേക്ക് തൈര് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള തൈരും അതുപോലെ തന്നെ മസാലപ്പൊടികളും എല്ലാം നന്നായിട്ട് സെറ്റായതിനു ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത കടുക്കയിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് വേവിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണി റൈസിനുള്ള പ്രിപ്പറേഷൻ നോക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതൊഴിച്ചതിന് ശേഷം സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്പൈസസ് എല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം കഴുകി വെച്ചിട്ടുള്ള അരി നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ്. അരമണിക്കൂർ മുന്നേ കഴുകിയിട്ട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ നെയ്യിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. നമ്മൾ ചോറായി കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാം ചില സമയത്ത് അരിയെല്ലാം പൊട്ടിക്കിടക്കുന്നത് പോലെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അരി ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് നമ്മൾ പിന്നെ വെള്ളം ഒഴിക്കുന്നത്.
അരി ഒന്ന് ചൂടാവുന്നത് വരെ കൈ വിടാണ്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നല്ല തിളച്ച വെള്ളം വേണം അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു കപ്പിന് 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ആ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പോർഷൻ അത് സ്ക്യൂസ് ചെയ്തിട്ട് ഒഴിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൽ കുറച്ച് അധികം ഉപ്പിൻ്റെ ടേസ്റ്റ് വരുന്ന രീതിയിൽ വേണം ഇടാൻ. എങ്കിൽ മാത്രമേ റൈസ് വെന്ത് കഴിയുമ്പം പാകത്തിന് ഉപ്പാവുള്ളൂ. റൈസ് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട്. കടുക്കലേക്കെല്ലാം നല്ല രീതിക്ക് മസാലയെല്ലാം പിടിച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. 10 മിനിറ്റ് കൂടുമ്പം ചോറൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. ഇളക്കിയതിന് ശേഷം ഒന്ന് ലെവലാക്കിയിട്ട് വേണം വീണ്ടും അത് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2-3 തവണ ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ റൈസ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ദം ഇടുന്നത് ഈ സെയിം പാത്രത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ റൈസിൻ്റെ പകുതി പോർഷൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് വേണം ദം ചെയ്യാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിനുള്ള റൈസ് മാത്രം വെച്ചതിന് ശേഷം ബാക്കി മാറ്റി വെച്ചു. ഇനി അതൊന്ന് ലെവലാക്കിയിട്ട് നമ്മൾ കടുക്കയുടെ മസാല അതിലേക്ക് ഇടുകയാണ്. മസാല ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം മസാല ഇടാൻ. ഇവിടെ ഒറ്റ ലെയറായിട്ടാണ് മസാല ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള മസാലയും ചോറിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി, കാഷ്യൂ, മുന്തിരി ഇതെല്ലാം അതിൻ്റെ മുകളിൽ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിയിലയും ഇടുന്നുണ്ട്. പിന്നെ എല്ലായിടത്തേക്കും കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസില്ലേ അതെല്ലാം അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചോറൊക്കെ നല്ല രീതിയിൽ ലെവലാക്കിയതിന് ശേഷം ബാക്കിയുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി, അതുപോലെ തന്നെ കാഷ്യൂ, മുന്തിരി, ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിയില ഇതെല്ലാം അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. കൂടെ നെയ്യിടാൻ മറക്കരുതേ. അങ്ങനെ എല്ലാ ഗാർണിഷും കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ബിരിയാണി ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഒരു 1 or 2 hours കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ബിരിയാണി ആയിരുന്നു. നമ്മൾ ആ മൂടി തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്താണേലും റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.